ലോകത്ത് ഇന്ന് സഹിഷ്ണുത മരവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഗസയിൽ നമ്മൾ കണ്ട കാഴ്ചകൾ കഴിഞ്ഞ 1-2 വർഷമായി എത്രയോ നമ്മുടെ സഹോദരന്മാരും കുട്ടികളും വൃദ്ധന്മാരും ഒക്കെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, രാജ്യത്തിൻ്റെ പേരിൽ ഇവിടെ ഭീകരവും അതുപോലെ മനുഷ്യന്റെ ജീവന് വെല്ലുവിളിയായി മാറുന്ന ഭീകരാക്രമണങ്ങളും യുദ്ധങ്ങളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പലായനങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം വരുമ്പോൾ പലായനങ്ങൾ, എത്രയോ ആളുകൾ പലായനം ചെയ്ത് അവരുടെ വീട് വിട്ട് പോകേണ്ടി വരുന്നു. ഗസയിലെ നമ്മുടെ സഹോദരന്മാർ ഇപ്പോഴും പട്ടിണിയിലാണ്. ഇങ്ങനെയൊക്കെയുള്ള ലോകത്ത് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവാചകന്റെ ഓർമ്മകളും അവര് ഉയർത്തിപ്പിടിച്ച ഇത്തരം സാഹചര്യങ്ങൾ നാം ചെയ്യേണ്ട ബാധ്യതകളും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്, നമുക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളത് ഒരു വലിയ ആശങ്കയാണ്. ലോക നേതാക്കൾ കണ്ടുമുട്ടുന്നു, അവര് ചർച്ചകൾ ചെയ്യുന്നു. ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനങ്ങൾ ലോകത്തിന്റെ നന്മക്ക് വേണ്ടി ഇവിടെ നാം ഉയർത്തിപ്പിടിക്കേണ്ടത്.